റീലുകളുടെ കാലത്ത് നമ്മുടെ മസ്തിഷ്കത്തിലെ നെടുഞ്ചാലകൾ അല്ലെങ്കിൽ ഹൈവേകൾ എല്ലാം പൂട്ടിപ്പോവുകയും കൊച്ചു കൊച്ചു പാത്ത വേസ് രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്ന സ്ഥാനം നമ്മുടെ സമൂഹത്തിലില്ല. അത് കണക്കിലെടുത്തുകൊണ്ട് അധികം കാര്യങ്ങൾ പറയുന്നില്ല. ഇവിടെ ഈ സോഷ്യൽ മീഡിയ തുറന്നുവിട്ട സാഹിത്യ വിപ്ലവത്തെ എന്നുള്ള വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ വിഷയത്തോട് യാതൊരു വിയോജിപ്പുമില്ല. കാരണം നമ്മളെല്ലാം എപ്പോഴും ജീവിക്കുന്നത് വർത്തമാനകാലത്തിലാണ്. ബാക്കി കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള വ്യാകുലതകളല്ല. ഒരു മനുഷ്യനും ഭൂതകാലത്തിൽ ജീവിക്കുന്നില്ല, എല്ലാവരും വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വർത്തമാനത്തിൻ്റെ മാധ്യമം എന്ത് തന്നെയാണോ അത് തന്നെയാണ് മാധ്യമം. അത് പുതിയ കാലത്തിൻ്റെ ഭാവുകത്തെ നിർണ്ണയിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ പല ആളുകളും എപ്പോഴും പറയുന്ന ഒരു വർത്തമാനമുണ്ട്. PG ഇവിടെ പറഞ്ഞു, സ്റ്റാച്യു മുതൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നാൽ 100 കവികളെ കണ്ടെത്താമെന്ന്. അതൊരു വളരെ സന്തോഷകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ കുലീനന്മാരായ ആളുകൾ കവിത രചിച്ചിരുന്ന കാലത്ത് നിന്ന് നടന്നു പോകുന്ന ആളുകൾ കവിത പാടിക്കൊണ്ടു പോവുകയോ എല്ലാവരും ഫേസ്ബുക്കിലോ മറ്റോ എഴുതുകയോ ചെയ്യുന്നത്. എല്ലാവരും കവികളായാലും എന്താണ് കുഴപ്പം? ഈ കവിത എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതി വിടുകയും ബാക്കിയുള്ളവരും വായിക്കുകയും എന്നുള്ളതല്ലോ. എല്ലാവരും എഴുതുകയും എല്ലാവരും വായിക്കുകയും ചെയ്യുന്ന ഒരു കാലം നമുക്ക് സ്വപ്നം കണ്ടുകൂടാ. അപ്പോൾ ഒരു ഗോപുരം ഉയർന്നു നിൽക്കുന്ന എപ്പോഴാണ്? അതിൻ്റെ അടിയിലെ ഭാഗത്തിൻ്റെ വീതി കൂടുന്തോറും ഗോപുരത്തിന് ഉയരം കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ധാരാളം പേര് എഴുതുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന കവിതാ ഗോപുരം ഏറ്റവും ഉയരത്തിലായിരിക്കും. അതുകൊണ്ട് ആഹ്ലാദപ്പെടേണ്ട യാതൊരു കാര്യവും അതിനകത്തില്ല. പിന്നെ നവമാധ്യമങ്ങൾ തുറന്നു തരുന്ന സാധ്യത, ഇപ്പോൾ ഈ റീലുകളെ പറ്റി പറയാം. ഇപ്പോൾ കവിതയും റീലും തമ്മിൽ തട്ടിച്ചു നോക്കാം. ഇപ്പോൾ കവിതയിലെ മുക്തകങ്ങൾ എങ്ങനെയാണ്? 4 വരികളുള്ള മുക്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള മുക്തകങ്ങൾ. അതിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമാണ് റീലുകൾ. ഇപ്പോൾ വാക്കുകളിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് പുതിയ സംവേദനത്തിലേക്ക് മാറുന്ന റീലുകൾ. നമ്മളിപ്പോൾ റീലുകളെന്ന് പരിഹസിച്ചാണ് പറയുന്നത്. എത്ര സമൃദ്ധമായിട്ടാണ് ചെറിയ കുട്ടികൾ വരെ ഈ റീലുകൾ ചെയ്യുന്നത്. വളരെ ശരിക്ക് മീഡിയയിലുള്ള കൈത്തഴക്കവും കലയിലുള്ള അഭിരുചിയും അത് വളരെ വേഗം കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടെങ്കിൽ റീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയുടെ ഏറ്റവും സമൃദ്ധമായ ഒരു ആവിഷ്കാരമാണ് റീലുകൾ. 3 മണിക്കൂറുള്ള സിനിമ പുതിയ കാലത്തെ കുട്ടികൾ കാണുന്നത് 15 മിനിറ്റായി ചുരുക്കിക്കൊണ്ടാണ്. അവരിതിനെ സ്വയം എഡിറ്റ് ചെയ്യണം, ബാക്കിയൊന്നും കാണണ്ട. അപ്പോൾ അത്രയും സമയം വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഈ 10 ലക്ഷം ഇവിടെ പറഞ്ഞ ഈ സാഹിത്യത്തിന്റെ ഈ വിപണന കാര്യങ്ങൾ ശരിയായിരിക്കും. ഞാൻ ആ ലോകത്ത് അതിലേക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളല്ല. അങ്ങനെ വിൽക്കാം. സാഹിത്യം അതിനേക്കാൾ ആഴത്തിലുള്ളൊരു കാര്യമാണ്. അത് എല്ലാ തലത്തിലും വളരെ വേഗത്തിലുള്ള അഖിൽ പി ധർമ്മജന്റെ ബുക്കും ആളുകൾ വായിക്കട്ടെ, കൽഭരണികളും വായിക്കട്ടെ, പുതിയ പഴയ ആളുകളുടെ തകഴിയുടെ കയറും വായിക്കട്ടെ, എല്ലാം വായന രംഗത്ത് ഉണ്ടാകട്ടെ. ഏതെങ്കിലും ഒന്നിനെ നിരാകരിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ലോകം വളരെ വിസ്തൃതമായപ്പോൾ ഒരു റീല് എല്ലാ ഭൂഖണ്ഡങ്ങളും കടന്ന് സഞ്ചരിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഈ കഴിഞ്ഞ കോവിഡ് കാലം ഞാൻ ഒരു ചെറിയ അനുഭവം, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാനത് നിർത്താം. ഈ കോവിഡ് കാലത്ത് വീട്ടിൽ അടച്ച് ഇരുന്നപ്പോൾ, ഒറ്റയ്ക്കൊരു മുറിക്കകത്തിരുന്നപ്പോൾ ഈ ഞാൻ വാങ്ങി വെച്ച പല വായിക്കാത്ത പുസ്തകങ്ങളുണ്ട്. വായിക്കാത്ത പുസ്തകങ്ങളാണ് എൻ്റെ ഷെൽഫിൽ ഏറെ. അത് നമുക്ക് എപ്പോഴും ഈ സബലീകരിക്കാനൊക്കാത്ത സ്വപ്നങ്ങൾ പോലെ ഈ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. കുറേ പുസ്തകങ്ങൾ വായിച്ചു, കുറച്ച് എപ്പോഴെങ്കിലും വായിക്കാമെന്ന് വിചാരിക്കും. ഇനി ഒരിക്കലും വായിക്കാത്ത പുസ്തകങ്ങൾ അടയാളപ്പെടുത്തത് എടുത്ത് നമ്മൾ പേപ്പർ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെ തപ്പിയപ്പോൾ എനിക്കൊരു പുസ്തകം 1984 ആയിരത്തി അടുത്താണെന്ന് തോന്നുന്നു, സ്ഥലം ഓർമ്മയില്ല, വർഷങ്ങൾക്ക് കുറേ പണ്ടായതുകൊണ്ട് ഓർമ്മ, ഒരു പുസ്തകം കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു പെൺകുട്ടിയുടെ ഒരു പടമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു യുവതിയുടെ പടം. കുറച്ച് ഭാഗം അതിൽ കീറിപ്പോയിരുന്നു അന്നേ. അപ്പോൾ അത് അന്ന് കുറച്ച് വായിച്ചു നോക്കിയപ്പോൾ ഒന്നും കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഒരു പുസ്തകം വേറെ അധികം അന്നില്ല, ഷെൽഫിൽ ഇല്ലായിരുന്നത് കൊണ്ട് വളരെ കുറച്ച് പുസ്തകങ്ങളെ ഷെൽഫിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ പുസ്തകം അവിടെ തന്നെ ചെയ്തു. ഞാനത് ഈ കോവിഡ് കാലമായപ്പോൾ തപ്പിയ കൂട്ടത്തിൽ ആ പുസ്തകം എടുത്തു. അപ്പോഴാണ് സ്റ്റീവൻ ക്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു, സൂസൻ ക്വിസ്റ്റ് എന്നുള്ള പേരുള്ള ഒരു ലേഡിയുടെ പുസ്തകമാണ്. അപ്പോൾ ഞാൻ ആ ഘട്ടത്തിൽ ഈ ധാരാളമായി ഇംഗ്ലീഷ് കവിതകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കിട്ടുള്ള ഒന്ന് കാര്യമുണ്ട്. വെറുതെ എഴുതുന്ന 5-10 ലേക്ക് കിട്ടും. പക്ഷേ വേറെ എഴുതാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം എന്ന നിലയിൽ കവിത ഇങ്ങനെ പരിഭാഷപ്പെടുന്നത് ഗുണമെന്ന് തോന്നിയിട്ട് ഈ സൂസന്റെ കവിത എടുത്ത് പരിഭാഷപ്പെടുത്തും.
ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ അന്ന് ആദ്യം 84 പരിചയപ്പെടുമ്പോൾ അന്നത്തെ ലോക സാഹചര്യം എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. മൊളോട്ടോവ് എന്ന് പറയുന്ന ബോംബ്, ഈ പെട്രോൾ കുപ്പിക്കകത്ത് പെട്രോൾ നിറച്ചതിൽ എന്തോ തിരികെട്ടിട്ട് എറിയുന്ന ഈ വിയറ്റ്നാം യുദ്ധത്തിന്റെ ഘട്ടത്തിലൊക്കെ നടത്തിയിട്ടുള്ള അമേരിക്കയിലെ സാധാരണ മനുഷ്യർ നടത്തിയിട്ടുള്ള ഭയങ്കര പോരാട്ടങ്ങളുടെ കവിതയാണത്. അത് ഞാൻ ഒറ്റ വീർപ്പിൽ ഒരു 10-40 കവിത ഇങ്ങനെ ഇരുന്ന് പരിഭാഷപ്പെടുത്തി. അപ്പം ഞാൻ വിചാരിച്ചത് ആരാണ് ഈ ലേഡി? ഞാനപ്പോൾ നവമാധ്യമത്തിൻ്റെ ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അപ്പോൾ കുറേ 19 വയസ്സ് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവണം. ഞാനപ്പോൾ അതിനകത്തൊരു മെയിൽ കൊടുത്തു. അവരെ മെയിൽ ഐഡിയിൽ ഞാനിങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം എന്നൊരു മൂലയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ 1980-ലോ അല്ലെങ്കിൽ 70-കളിലോ മറ്റേ എഴുതിയൊരു കവിത വായിച്ചിട്ട് ഞാൻ കണ്ണീർ വാർക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ അടഞ്ഞിരുന്നപ്പോൾ നിങ്ങളുടെ കവിത തുണയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ അടിച്ചാണ്. ഇങ്ങനെ ഒരു അടുത്ത നിമിഷം ഒരു മെയിൽ തിരിച്ചു വന്നു. അതിൽ ഞാൻ എന്നോ എഴുതി എന്നോ മറന്നുപോയൊരു പുസ്തകം ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ മഹാമാരിക്കാലത്ത് വായിച്ചു എന്നും അത് അറിയുമ്പോൾ ഇനി എൻ്റെ ജീവിതം സഫലമായെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഒരു ദീർഘമായ ഒരു മെയിൽ ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ഈ വളരെ ഫാസ്റ്റായിട്ട് ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ആ ഹൃദയത്തിൽ തന്നെ കുരുത്ത് കിടന്നു. അപ്പോൾ ഞാനത് സാമ്പിളായിട്ട് പുള്ളിക്കാരത്തിൽ ഞാൻ പരിഭാഷപ്പെടുത്തിയ 1-2 ഒരു കവിത ഞാൻ വായിക്കാം. ഇത് കവിത വായിക്കാനുള്ള സമയം അല്ലെങ്കിൽ വായിക്കാം. അത് മുട്ടയുടയ്ക്കുമ്പോൾ എന്നാണ് ഒരു കവിത. വെളുത്ത തോടുകൾ സിങ്കിലും നരച്ച നേഴുകൾ തോടുകളിലും പുഴുങ്ങിയ മുട്ട പൊളിച്ചെടുത്ത് തടസ്സമേതുമില്ലാതെ 2ആയി പിളർക്കുന്നത് എത്ര സുഖകരം. പുഴുങ്ങാത്ത മുട്ട പൊട്ടുന്നത് കേൾക്കുന്നത് എത്ര സുഖകരം. ആ ചെറിയ കഷ്ണങ്ങളെ ദൈവം വിലക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ചില സംഭവങ്ങൾ. വേറെ കവിതയാണ്. ഞങ്ങൾ കിൻഡർഗാർട്ടനിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഒരു ആൺകുട്ടിയുടെ ഊരിപ്പോയ പാൻറ് ഉയർത്തിപ്പിടിച്ച് എൻ്റെ അമ്മയോട് അവൻ്റെ ബട്ടൺ തുന്നിക്കൊടുക്കാൻ പറഞ്ഞത്. ഹൈ ഹോപ്പ് എന്ന് പേരുള്ള കറുത്ത കുതിര. യൂണിഫോം അണിഞ്ഞ പെൺകുട്ടികൾക്കൊപ്പം മത്സരത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഛർദ്ദിച്ചത്. വിവാഹിതയായത്. കുഞ്ഞിന് ജന്മം നൽകിയത്. വിവാഹമോചിതയായത്. വിളമ്പി വച്ച ചുവന്ന ചോറ്, അതിരുകളില്ലാത്ത പ്രണയം, ജൂതഭക്ഷണമായ കഷ വാർണിഷിക്കും കൗസോക്സും. 1968 ചിക്കാഗോ ഡെമോക്രാറ്റിക് സമ്മേളനം. ഓഹിയോയിൽ നിന്നും ഓടിപ്പോകുമ്പോൾ പാതിരാക്കി ഫർണിച്ചർ വിറ്റത്. ബോവറിയിലെ കവിതാ പാരായണം. പാൻ അമേരിക്കൻ മന്ദിരത്തിലെ ലാബ്മാൻ പ്രഭാഷണങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ, അൾജീരിയയിലെ മലിനജല കൊഴിലിനുമേലിരുന്നുള്ള ആടുമേയ്ക്കൽ, കുന്നുകൾ, പുഴകൾ, ദ്വീപുകൾ. ഇങ്ങനെ പോകുന്ന കുറേ കവിതയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പുതിയ കാലത്തെ പറ്റി നോക്കുമ്പോൾ എത്രയോ തുറസ്സാണ് ഈ നവമാധ്യമങ്ങൾ നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. അപ്പൊ ഇത് സമാന്തരമായി നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ക്ഷിപ്രമായി കടന്നു പോകുമെന്ന് വിചാരിക്കുന്നില്ല. വലിയ മാറ്റങ്ങൾ ഇത് കൊണ്ടുവരും. നമ്മളെ മഹാ ആഖ്യാനം. ഇപ്പം പോസ്റ്റ് മോഡേണിറ്റിയെ പറ്റി പലപ്പോഴും മാർസിസ്റ്റുകളായ ആളുകൾ പറയുന്നത് ഈ മാർസിസത്തെ തകർക്കാൻ വേണ്ടി നടത്തിയൊരു ഗൂഢാലോചനയായിട്ടാണ്. ഞാൻ ഒരു മാർസിസ്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം പോസ്റ്റ് മോഡേണിറ്റി പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യ മനുഷ്യ ജീവിതത്തെ ശകലീകരിച്ചതിന്റെ, നമ്മൾ വളരെ മഹത്തായതെന്ന് പറയുന്നതിനെല്ലാം പൊളിച്ചെടുക്കാൻ പറ്റുന്ന ത്രാണി അതിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ജീവിതത്തെയും അത് പുനർനിർണ്ണയിക്കും. അപ്പോൾ ഭാവിയിലെ ഒരു 50 കൊല്ലത്തിന് ശേഷം വരുന്നൊരു സാഹിത്യം എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇന്നത്തെ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഒരു തമാശയായി മാറുന്ന തരത്തിലേക്ക് മാറിയേക്കാം. അപ്പോഴും ഇന്ന് എന്നുള്ളതായിരിക്കും പ്രധാനം. അക്കാലത്തെ മാധ്യമങ്ങളായിരിക്കും അക്കാലത്തെ കവിത. നമ്മളിപ്പോ തോണ്ടിയെടുക്കുന്നത്, ഫോണിൽ നിന്ന് തോണ്ടിയെടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കും. കവിത പണ്ട് നമ്മൾ വളരെ സമ്മർദ്ദപ്പെടുത്തിയാണ് മനസ്സിനെ വീണ്ടും വീണ്ടും അനുഭവങ്ങളെ ഞെരുക്കിയാണ് വെച്ചിരുന്നതെങ്കിൽ